ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു എഡ്യൂ ടീച്ചർ കേരള. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ടേം ഇവാലുവേഷൻ ബേസിക് സയൻസ് ആണ് കേട്ടോ. ഈ ഒരു 2023-24 ബേസിക് സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എ ചൈൽഡ് ഈസ് ട്രൈങ് ടു ക്യാച്ച് ദ ഇമേജ് ഓഫ് എ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് on the classroom wall. The child has used various mirrors for the experiment. Complete the table showing the findings of the child. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് മിറർ കൊടുത്തിട്ടുണ്ട്, ഇമേജ്, അതിൻ്റെ പെക്യൂലിയാരിറ്റി. അപ്പോൾ ആദ്യത്തെ മിററിൻ്റെ പേര് കൊടുത്തിട്ടില്ല, പക്ഷെ അതിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, ക്യാൻ ബി പ്രൊജക്റ്റഡ് ഓൺ ദി വാൾ. ഏത് മിറർ ആയിരിക്കും? കോൺകേവ് മിറർ ആണ് അല്ലേ? കോൺകേവ് മിറർ ക്യാൻ ബി പ്രൊജക്റ്റഡ് ഓൺ ദി വാൾ. അതിൻ്റെ പെക്യൂലിയാരിറ്റി എന്തായിരിക്കും? റിയൽ ആണ് അല്ലേ? റിയൽ ഇമേജ് ആയിരിക്കും. അടുത്തത് കോൺവെക്സ് മിററിൻ്റെയോ കനോട്ട് ബി പ്രൊജക്റ്റഡ് ഓൺ ദി വാൾ. അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ ആണ്. അടുത്തത് പ്ലെയിൻ മിററിൻ്റെ തന്നിട്ടുണ്ട്, കനോട്ട് ബി പ്രൊജക്റ്റഡ് ഓൺ ദി വാൾ എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ പെക്യൂലിയാരിറ്റി എന്താണ് വരുന്നത്? വെർച്വൽ ആണ് അല്ലേ? ഓക്കെ. അപ്പം അടുത്ത ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റിയിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ടു സിറ്റുവേഷൻസ് ഇൻ വിച്ച് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് എ പ്ലെയിൻ മിറർ ഈസ് യൂട്ടിലൈസ്ഡ്. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്തിലൊക്കെ വരിക? പെരിസ്കോപ്പിലും അതുപോലെ തന്നെ കാലിഡോസ്കോപ്പിലുമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഇമേജ് യൂസിങ് എ കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിൽ ഏതാണ്? ഫോം സ്മോൾ ആൻഡ് ഇറക്റ്റഡ് വെർച്വൽ ഇമേജ് ആണ് അല്ലേ? ഫോം സ്മോൾ ആൻഡ് ഇറക്റ്റഡ് വെർച്വൽ ഇമേജ് ആണ് കോൺവെക്സ് മിററിൽ. ഓക്കെ. അടുത്ത ആക്ടിവിറ്റി, ഇവിടെ സം ഒബ്സർവേഷൻസ് റിലേറ്റഡ് ടു ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് ആർ ഗിവൺ ബിലോ. ആസിഡ്സിനെയും ആൽക്കലീസിനെയും വെച്ചിട്ടുള്ള കുറച്ച് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സൊല്യൂഷനിൽ എന്താണെന്ന് നോക്കാം. നോ ചേഞ്ച് ഇൻ കളർ വൈൽ ആഡിങ് ഫിനോഫ്തലീൻ. ദി കളർ ചേഞ്ച് ടു പെയിൽ പിങ്ക് വൈൽ ആഡിങ് മീഥൈൽ ഓറഞ്ച്. The color did not change when the solution was added to the cloth rubbed with turmeric. അടുത്ത സൊല്യൂഷനിൽ എന്താണ്? Formed pink color while adding phenolphthalein. Formed pale yellow color on adding methyl orange. Formed red color when the solution was added to the cloth rubbed with turmeric. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നിട്ട് ലിസ്റ്റ് ഔട്ട് ദി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ 1 ആൻഡ് സൊല്യൂഷൻ 2. സൊല്യൂഷൻ 1 എന്തായിരിക്കും? ആസിഡ് ആണ് അല്ലേ? സൊല്യൂഷൻ 2 ആൽക്കലി ആണ്. അപ്പം റൈറ്റ് എനി ടു ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ 2. സൊല്യൂഷൻ 2 എന്ന് പറയുന്നത് ആൽക്കലി ആണ്. അപ്പം അതിൻ്റെ ടേൺസ് റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ ആണ്. അതുപോലെ തന്നെ ബിറ്റർ ടേസ്റ്റ് ആണ് അല്ലേ? അടുത്തത് നോക്കാം, ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് പെയർ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള റൈറ്റ് പെയർ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഓഫ് സോപ്പ് ആണ്, കോസ്റ്റിക് സോഡ. ബാക്കിയെല്ലാം റോങ് ആണ് കേട്ടോ. അടുത്ത നോക്കാം, ആക്ടിവിറ്റി 3. ദിസ് ഇസ് an electric circuit prepared by a student. അപ്പം വിച്ച് മെറ്റീരിയൽസ് ഗിവൺ ബിലോ ക്യാൻ ബി യൂസ്ഡ് ടു ലൈറ്റ് ദ ബൾബ് ഇൻ ദ സർക്യൂട്ട്. ഏതൊക്കെയാണ് ലൈറ്റ് ചെയ്യാൻ ബൾബ് ഉപയോഗിക്കുന്നത്? ഏതൊക്കെയാണ്? യെസ്, തിക്ക് കോപ്പർ വയർ, അതുപോലെ തന്നെ എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വയർ മെയ്ഡ് ഓഫ് ലെഡ് ആൻഡ് ടിൻ. അപ്പം വിച്ച് ഒബ്ജക്ട് ഫ്രം ദിസ് ക്യാൻ ബി യൂസ് ടു അറേഞ്ച് ഫ്യൂസ് ഇൻ ദ സർക്യൂട്ട്. ഏതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? യെസ്, ഇതല്ലേ, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വയർ മെയ്ഡ് ഓഫ് ലെഡ് ആൻഡ് ടിൻ. അടുത്തത് ഒരു സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു സർക്യൂട്ട് ഇത് വെച്ചിട്ട് ഒന്ന് സർക്യൂട്ട് വരച്ച് നോക്കാം. അടുത്തത് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. റൈറ്റ് ഡൗൺ ടു പ്രിക്കോഷൻസ് ടു അവോയ്ഡ് വേസ്റ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി. എന്ത് പ്രിക്കോഷനാണ് നമുക്ക് എടുക്കാൻ പറ്റുക? ടേൺ ഓഫ് ദ ഫാൻ അല്ലെങ്കിൽ ലൈറ്റ് ആൻഡ് ഫാൻ വെൻ ദർ ഈസ് നോ വൺ ഇൻ ദ റൂം. അതുപോലെ തന്നെ എന്തായിരിക്കും? TV should be switch off when there is no one in the room, അല്ലെങ്കിൽ no one to watch. അത് എഴുതാം കേട്ടോ. അടുത്തത് what first aid should be given to a person affected with electric shock. ഏതാണ്? കട്ട് ഓഫ് ഇലക്ട്രിക് കണക്ഷൻ. അതുപോലെ തന്നെ പുഷ് അവേ ദ എഫക്റ്റഡ് പേഴ്സൺ യൂസിങ് മെറ്റീരിയൽസ് ദാറ്റ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് കിട്ടിയ ആൾക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? നമുക്ക് ആ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റും. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 5 ദ പിക്ചർ. ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? പാർട്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം: മൗത്ത്, ഇസോഫേഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഏതൊക്കെ പ്രോസസ്സാണ്? ഇൻജഷൻ, അത് പെരിസ്റ്റാൾസിസ്, ഇസോഫാഗസിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് അല്ലേ? ഫുഡ് മൂവ് ചെയ്യുന്നത് പെരിസ്റ്റാൾസിസ് ആണ്. അതുപോലെ തന്നെ ഡൈജഷൻ, അബ്സോർപ്ഷൻ ന്യൂട്രിയൻസ്, അടുത്തത് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് സോൾട്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. ഫ്ലോ ചാർട്ട് ഇൻഡിക്കേറ്റിംഗ് വേരിയസ് ടൈപ്പ് അല്ലേ? അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് വൺ? ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. അടുത്തത് എക്സ്പ്ലെയിൻ ദ ഡൈജസ്റ്റീവ് പ്രോസസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്താണ്? About 6 meter long. Digestion of food is completed here. The nutrients and the digested food are absorbed into the blood. Okay. അടുത്തത് സ്റ്റേജസ് ഓഫ് എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ, ന്യൂട്രലൈസേഷൻ. അപ്പം ഇതിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത് 1 അല്ലേ, 1ഉം 2ഉം 3ഉം ഓക്കെ ആണ്. 4 ഏതാ വരുന്നത്? യെസ്, 4 5 ആണ്. അതുപോലെ തന്നെ 5 4 ആണ് കേട്ടോ. അറേഞ്ച് ദ സ്റ്റേജസ് ഫ്രം 2 to 5 ഇൻ ദ കറക്റ്റ് ഓർഡർ. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ദ സബ്സ്റ്റൻസ് ഫോംഡ് ഇൻ ദ ഫ്ലാസ്ക് ആഫ്റ്റർ ദിസ് എക്സ്പെരിമെൻറ്റ്. സോഡിയം ക്ലോറൈഡും വാട്ടറും ആണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിന് ശേഷം ഉണ്ടാവുന്ന സബ്സ്റ്റൻസസ്. അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ എനി വൺ സിറ്റുവേഷൻസ് വെയർ ന്യൂട്രലൈസേഷൻ ഈസ് യൂസ്ഡ് ഇൻ അവർ ഡെയിലി ലൈഫ്. ഏതാണ്? ആഡിങ് ലൈം ടു സോയിൽ അല്ലേ? ന്യൂട്രൽ ആവാൻ, സോയിൽ ന്യൂട്രൽ ആവാൻ എന്താ ചെയ്യുന്നത്? നമ്മൾ സോയിലോട്ട് ലൈം ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് ഒരു സിറ്റുവേഷൻ ആണ്, നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു സോയിലിൻ്റെ സാമ്പിളും അതുപോലെ തന്നെ അതിൽ എത്ര എഫർവെസൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വിച്ച് ഈസ് ദ ബെസ്റ്റ് സോയിൽ ഫോർ കൾട്ടിവേഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ? ഏതാണ്? സാമ്പിൾ 2 ആണ്. കാരണം എന്താ? ഇതിൽ ഹയസ്റ്റ് എഫർവെസൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഓർഗാനിക് കണ്ടന്റ് ഹൈ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ആർ ദി കോമ്പണൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് വാട്ടർ കണ്ടന്റ് ഓഫ് ദ സോയിൽ? ഏതൊക്കെയാണ്? അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഡിഫറൻസ് ഇൻ ദ റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ, കപ്പാസിറ്റി ടു റീറ്റെയിൻ വാട്ടർ. ഇതൊക്കെ വാട്ടർ കണ്ടന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ, കോമ്പണൻസ് ആണ്. അടുത്ത നോക്കാം, വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ലീഡിങ് ടു ദ ലോസ് ഓഫ് ടോപ്പ് സോയിൽ? ഏതൊക്കെയാണ്? ഡീഫോറസ്റ്റേഷൻ, സോയിൽ ഇറോഷനും, യെസ്, ഫ്ലഡും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലുക്ക് അറ്റ് ദ ബോയ്. ഹി ടോക്സ് ടു എ മാൻ ഹു ഷവേഴ്സ് ഹിസ് കൗ യൂസിങ് വാട്ടർ ഫ്രം ദി പബ്ലിക് ടാപ്പ്. അപ്പം ഇവിടെ വന്നിട്ടുള്ളത് വാട്ടർ റീച്ചസ് ദി പബ്ലിക് ടാപ്പ് ആഫ്റ്റർ വേരിയസ് സ്റ്റേജസ് ഓഫ് പ്യൂരിഫിക്കേഷൻ അല്ലേ? വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ സ്റ്റേജസ് ആണ്. ഏതൊക്കെയാണ്? എയറേഷൻ, coagulation, chloroflocculation, filtration, chlorination and storage. Okay. അടുത്ത question, what is the pH of pure water? 7 ആണ് കേട്ടോ. അടുത്തത് on testing water, the presence of E. coli bacteria. അപ്പോൾ E. coli bacteria are higher in wells of an area. Give suggestion to avoid such situations. ഏതൊക്കെയാണ് E. coli bacteria വെൽസിൽ ഉണ്ടാവാതിരിക്കാനുള്ള നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്? Keep a distance between well and septic tank. Do not bath near the well. Okay. അടുത്ത question, observe the picture. അപ്പം what will happen if the valve shown in the picture is opened? ഈ ഒരു വാൾവ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? എന്തായിരിക്കും? Yes, the air inside the balloon comes to the bottle. Water comes through the straw. Air pressure increases. The water moves to the low pressure area. Okay. അടുത്ത the name to devices work on pressure. ഏതൊക്കെയാണ്? യെസ്, സൈഫണും അതുപോലെ തന്നെ ബാരോമീറ്ററും. ഓക്കെ. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവിടെ the substances that reach blood as a part of metabolic activities and body parts related to it are given below.
പാർട്സ് ഓഫ് ദി ബോഡിയും അതുപോലെ തന്നെ അതിൻ്റെ കോമ്പണൻസും ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പം പാർട്സ് ഓഫ് ദ ബോഡി ലങ്സ്, ലിവർ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, സെൽസ് അല്ലേ. ലങ്സ് ഓക്സിജൻ ആണ് അല്ലേ, കോമ്പണൻസ് റീച്ച് ചെയ്യുന്നത് ലിവർ, യൂറിയ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ന്യൂട്രിയൻസും, സെൽസിൽ കാർബൺ ഡൈ ഓക്സൈഡും. ഓക്കെ, ആ ആക്ടിവിറ്റിയിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഐ ഡോണ്ട് ഡ്രിങ്ക് വാട്ടർ അറ്റ് സ്കൂൾ ബിക്കോസ് ഐ ഫീൽ ലൈക്ക് യൂറിനേറ്റിംഗ് ഫ്രീക്വൻ്റ്ലി. ഈ ഒരു കുട്ടി പറയുന്നതാണ് കേട്ടോ. ഡു യു എഗ്രി വിത്ത് ഹെർ? നിങ്ങളത് എഗ്രി ചെയ്യുന്നുണ്ടോ? നോ അല്ലേ, നമുക്കത് എഗ്രി ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? വി ഹാവ് ടു ഡ്രിങ്ക് ഇനഫ് വാട്ടർ ആൻഡ് പാസ് യൂറിൻ ഫോർ എ ഗുഡ് ഹെൽത്ത് ഓഫ് കിഡ്നീസ്. കിഡ്നീസിൻ്റെ ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നല്ല വാട്ടറൊക്കെ കുടിക്കുക അല്ലേ. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ നമ്മൾ യൂറിൻ പാസ് ചെയ്യണം. അത് പിടിച്ചു വെക്കാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.